ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെത്തും. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള സമ്മേളനം ബുധനാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തി. ആഗോള നിക്ഷേപക സംഗമത്തിന് ചെന്നൈയിൽ തുടക്കമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിലേക്ക്. സമാപനം നാളെ. മുംബൈയിൽ നടക്കുന്ന വനിതാ T20 ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെത്തും. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് പ്രമുഖ ആഗോള കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ച നടത്തും. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ ചൊവ്വാഴ്ചയും ഇതിനോടനുബന്ധിച്ചുള്ള ആഗോള സമ്മേളനം ബുധനാഴ്ചയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗ്ലോബൽ ഫിൻടെക് ലീഡർഷിപ്പ് ഫോറത്തിൽ വ്യവസായ പ്രമുഖരുമായി സംവദിക്കാൻ പ്രധാനമന്ത്രി ഗിഫ്റ്റ് സിറ്റിയിലേക്ക് പോകും. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് ന്യൂഡൽഹിയിൽ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. ദല്ലാപുര ഗ്രാമം, ഖരോലി, കീർത്തിനഗർ, മോത്തിനഗർ, മധുര റോഡ്, ഗിരിനഗർ, മോഹൻ ഗാർഡൻ, അംബേദ്കർ നഗർ എന്നീ പ്രദേശങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു. ജനപങ്കാളിത്തം കൊണ്ട് വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. ഇടുക്കിയിലെ തോട്ടം മേഖലയായ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെത്തിയ യാത്രയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കിയിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭയിലെ മുത്താമ്പിയിലും കുറവങ്ങാടും കോട്ടയം ജില്ലയിലെ തലയാഴം, വെച്ചൂർ ഗ്രാമപഞ്ചായത്തുകളിലും കണ്ണൂർ കോർപ്പറേഷൻ പരിധികളിലും നാളെ യാത്ര പര്യടനം നടത്തും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും അനുഗമിക്കുന്നു. 2024 ഹജ്ജ് ഉഭയകക്ഷി ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള പ്രതിനിധി സംഘത്തെയാണ് ശ്രീമതി ഇറാനി നയിക്കുന്നത്. സന്ദർശനത്തിനിടെ സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ കാര്യമന്ത്രിയുമായി അവർ കൂടിക്കാഴ്ച നടത്തും. സൗദി അറേബ്യയിലെ ഇന്ത്യൻ വ്യവസായ സമൂഹവുമായും ഇന്ത്യൻ പ്രവാസികളുമായും പ്രതിനിധി സംഘം ചർച്ച നടത്തും. നാളെ സൗദി ഹജ്ജ് ഉംറ കാര്യ മന്ത്രാലയം ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന ഹജ്ജ് ആൻഡ് ഉംറ കോൺഫറൻസിന്റെ 3ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും. ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങളിലേക്ക് കൂടി വികസനം എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് സങ്കല്പ യാത്ര വികസനത്തിന്റെ നേട്ടങ്ങൾ പൗരന്മാർക്ക് നേരിട്ടെത്തിക്കുകയും അവ എല്ലാവരിലേക്കും എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ മങ്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര ശ്രീ ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു. ആഗോള നിക്ഷേപക സംഗമത്തിന് ചെന്നൈയിൽ തുടക്കമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. സ്ത്രീകൾ നയിക്കുന്ന വികസനം, ഇന്ത്യയെ അഴിമതിരഹിതമാക്കുക എന്നീ 2 സുപ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യം മുന്നോട്ട് നീങ്ങുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചെന്നൈയിൽ ആഗോള നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായും പണപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞതായും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി ആഗോളതലത്തിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു. രാജ്യത്ത് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും 28%-ത്തിലധികം വരുന്ന യുവജനത രാജ്യത്തിന് കരുത്ത് പകരുന്നതായും മന്ത്രി പറഞ്ഞു. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ യുവാക്കൾ കൂട്ടായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദേശ കരുതൽ ശേഖരത്തിൽ $623 ബില്യൺ എന്ന റെക്കോർഡ് ഇന്ത്യ സൃഷ്ടിച്ചതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ യാത്ര തിരിക്കും. UK പ്രതിരോധ സെക്രട്ടറിയുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, സുരക്ഷ, വ്യാവസായിക സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. UK പ്രധാനമന്ത്രി ഋഷി സുനകുമായും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണുമായും ശ്രീ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കൊല്ലത്ത് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിലേക്ക് 80% മത്സരങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നാളെ വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, സജി ചെറിയാൻ, ചിഞ്ചു റാണി തുടങ്ങിയവർ പങ്കെടുക്കും. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവ് നാളെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷനുമായി ചേർന്ന് സഹകരണ മന്ത്രാലയമാണ് മെഗാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം മുംബൈയിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഓസ്ട്രേലിയ ബൌളിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 7.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 40 റൺസ് എടുത്തിട്ടുണ്ട്. പോലീസ് ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും ത്രിദിന അഖിലേന്ത്യാ സമ്മേളനം ജയ്പൂരിലെ രാജസ്ഥാൻ ഇന്റർനാഷണൽ സെന്ററിൽ സമാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൈബർ കുറ്റകൃത്യങ്ങൾ, തീവ്രവാദ വിരുദ്ധ വെല്ലുവിളികൾ, ഇടതു തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖയും സമ്മേളനം ചർച്ച ചെയ്തു. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ ആദ്യ യോഗം നാളെ കൊൽക്കത്തയിൽ നടക്കും. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ അധ്യക്ഷത വഹിക്കും. ഹരിത നൌക, ഉൾനാടൻ കപ്പലുകൾക്ക് ഹരിത ഊർജ്ജത്തിലേക്ക് മാറാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, റിവർ ക്രൂയിസ് ടൂറിസം, റോഡ് മാപ്പ് 2047 എന്നിവ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. രാജ്യത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജനകേന്ദ്രീകൃത പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ചെറുകിട വ്യാപാരികളും വ്യവസായികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ വികസനത്തിന് ഉജ്ജ്വല പദ്ധതി, PM സ്വാനിധി, മുദ്ര വായ്പാ പദ്ധതി, സുകന്യ സമൃദ്ധി പദ്ധതി തുടങ്ങിയവ വിജയകരമായി നടപ്പാക്കിയ പദ്ധതികളുടെ പ്രയോജനം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്കും സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിയതായും ചെന്നൈയിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പങ്കെടുക്കവേ അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J യുദ്ധവിമാനം കാർഗിലെ എയർ സ്ട്രിപ്പിൽ പറന്നിറങ്ങി. ഗരുഡ് കമാൻഡോകളുടെ പരിശീലന ദൌത്യവും അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയതായി ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു. രാജ്യത്തെ വ്യോമഗതാഗതത്തിന്റെ ഭാഗമായ എല്ലാ ബോയിംഗ് 737-8 മാസ് വിമാനങ്ങളുടെയും അടിയന്തര രക്ഷാവാതിലുകൾ പുനഃപരിശോധിക്കാൻ ആഭ്യന്തര കമ്പനികൾക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം നൽകി. ലോകമെമ്പാടും സർവീസ് നടത്തുന്ന 171ഓളം വിമാനങ്ങൾക്ക് നിർദ്ദേശം ബാധകമാകും. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ്, ആകാശ് എയർ എന്നിവയ്ക്ക് ബോയിംഗ് 737-8 മാസ് വിമാനങ്ങളുണ്ട്. ബോയിംഗ് 737-9 മാക്സ് വിമാനം ഉൾപ്പെട്ട അലാസ്ക എയർലൈൻസ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ജപ്പാനിൽ ഭൂകമ്പം നടന്ന 5 ദിവസത്തിന് ശേഷം രക്ഷാപ്രവർത്തകർ സുസു നഗരത്തിലെ തകർന്ന ഒരു വീട്ടിൽ നിന്ന് വയോധികയെ ജീവനോടെ രക്ഷപ്പെടുത്തി. 90 വയസ്സുള്ള ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 126 ആയതായി ജപ്പാൻ അധികൃതർ അറിയിച്ചു. ബംഗ്ലാദേശിൽ പാർലമെന്റിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമാധാനപരമായി നടന്നു. 40% വോട്ടുകൾ രേഖപ്പെടുത്തി. 4 മണിക്ക് അവസാനിച്ച വോട്ടിങ്ങിനെ തുടർന്ന് വോട്ടെണ്ണൽ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം 2 കോടി വിദ്യാർത്ഥികൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്തുടനീളം 4 ലക്ഷം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്ലബ്ബുകൾ രൂപീകൃതമായെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഗുജറാത്തിലെത്തും. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള സമ്മേളനം ബുധനാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വികസിത് ഭാരത സങ്കല്പയാത്രയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തി. ആഗോള നിക്ഷേപക സംഗമത്തിന് ചെന്നൈയിൽ തുടക്കമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവം അവസാന ഘട്ടത്തിലേക്ക്. സമാപനം നാളെ. മുംബൈയിൽ നടക്കുന്ന വനിതാ T20 ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.